ഹലോ ഫ്രണ്ട്സ്, ക്രേസി ജ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കടലക്കറി ഉണ്ടാക്കുന്നതിനാവശ്യമായി ആദ്യം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ കടല തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് ഒരു 6 വിസിലടിക്കത്തക്ക വിധം വേവിച്ചെടുക്കണം. കടല വേകാൻ ഇച്ചിരി ടൈം എടുക്കും, അതിനാണ് നമ്മൾ തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. അങ്ങനെ കടല കഴുകി വൃത്തിയാക്കി നമ്മൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനി അടച്ചു വെച്ച് ഒരു 6 വിസിൽ കേൾക്കത്തക്ക വിധം നമുക്കിത് വേവിക്കാം. കടലക്കറിക്ക് ആവശ്യമായ മറ്റ് ചേരുവകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ കടലക്കറി കുക്കറിൽ അടച്ചു വെച്ച് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിനാവശ്യമായ മറ്റ് ചേരുവകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. കടലക്കറി, കടല റോസ്റ്റ് എന്നിവയ്ക്ക് ആവശ്യമായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 3 വലിയ സവാള സ്ലൈസ് ചെയ്തത്, 2 വലിയ തക്കാളി ചോപ്പ് ചെയ്തത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഞ്ചി ഗാർലിക്കും കൂടെ അരച്ച പേസ്റ്റാണ്. അത് 1 ടീസ്പൂൺ അളവിൽ അരച്ചെടുത്തതാണ്. കൂടാതെ തേങ്ങാക്കൊത്ത്, ഒരു സ്ലൈസ് ചെയ്ത തേങ്ങാക്കൊത്താണ്, 3 വലിയ പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില. ആദ്യമായി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കാം. പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് അതിൽ നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഇവിടെ ചേർക്കുന്നത്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങാക്കൊത്ത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. തേങ്ങാക്കൊത്ത് വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. അതിനായി നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. കടുക് ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 സവാള ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 പച്ചമുളക് അതിനെ സ്ലൈസ് ചെയ്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. നന്നായി ഇളകി കിടക്കണം. ഈ സവാളയും പച്ചമുളകും ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നു. നന്നായി ഒന്ന് ഇളക്കുക. തുടർന്ന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഏകദേശം ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 വലിയ തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കാരണം തക്കാളി ഒന്ന് വഴന്ന് വരുന്ന വരെ വെയിറ്റ് ചെയ്യണം. അതിലേക്കാണ് നമ്മൾ മസാലകൾ ചേർക്കുന്നത്. 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുകയാണ്. അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഒരു 3 സ്പൂൺ, 3 ടീസ്പൂണാണ് ചേർക്കുന്നത്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എരിവിനാവശ്യമായി അല്പം ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി എരിവുള്ള മുളക് പൊടി ചേർക്കുകയാണ്. കൂടാതെ അല്പം ഗരം മസാല ചേർക്കുന്നു. മസാല ഏകദേശമൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം മസാലയൊക്കെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കടല നമുക്ക് ചേർത്ത് കൊടുക്കാം. കടല ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വീണ്ടും ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ ഏകദേശം മസാലയൊക്കെ കടലയിൽ നല്ല രീതിയിൽ യോജിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 3-4 കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടാതെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഇത് അടച്ചു വെച്ചൊന്ന് വേവിക്കണം. കാരണം മസാലയും കടലയും തമ്മിൽ ഒന്ന് കടയിൽ എരിവൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. അങ്ങനെ നമ്മുടെ കടലക്കറി റെഡിയായിട്ടുണ്ട്. നല്ല ചൂട് അരിപ്പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഡിഷാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾക്കും ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.